കിടക്കണ നോക്ക്. പല്ല് ഒഴിഞ്ഞ സിംഹം. സിംഹത്തിന്റെ തണ്ട. ആ അത് തന്നെ. എന്തിനാ കയറി കിടക്കണത്? ഇത് കിടക്കണ എന്തിന്? എനിക്ക് വയ്യാത്ത കിടക്കണത്. പയ്യേ ആ എന്തിനാ സുഖം? എന്തിനാ സുഖം? വയസ്സാകുമ്പോ മനുഷ്യന് എന്തെങ്കിലും സുഖം ഉണ്ടാവും. നിനക്കറിയാം, നീ ഡോക്ടറാ. എനിക്ക് വയ്യ കിടക്കണേ. ഈ സമയത്ത് കയറി കിടക്കണത് ഈ മൂതാവി പിടിക്കാനായിട്ട്. ഇടായി നീ ചുമ്മാ ആവശ്യമില്ല ചൊറിയാമരല്ലേ. നീ നിന്റെ പാട്ടിന് പോ. ഞാൻ കയറി നാട് മൊത്തോട്ട് നടന്നു നിവർക്കായി എടിച്ചിരിക്കണം. അയ്യേ എന്തിനു പറയേ. നീ മനസമായിട്ട് ഇവിടെ കിടക്കാതെ എന്താ കുഴപ്പം? എന്ത് കിടക്കണ കാര്യം എന്താണ്? എനിക്ക് വയ്യാത്തുണ്ടല്ലേ ഞാൻ കിടക്കണത്. എന്തിനാ സുഖം? എന്തിനാ സുഖം? എനിക്ക് കാലുവേദന, നടുവേദന, കൈവേദന, അതുകൊണ്ട് ഞാൻ കയറി കിടക്കണത്. അങ്ങോട്ട് നടുവേദന എന്തിനു? കുഴപ്പമൊന്നുമില്ലല്ലോ. കുഴപ്പമൊന്നുമില്ല. നീ ഇങ്ങനെ തൊടുമ്പോഴത്തേക്ക് നിനക്കറിയാം. നീ പോ. ഞാൻ ഇത്തിരി സ്നേഹത്തോടെ ചോദിക്കാൻ വന്നത് ഇത്ര ചാടി കടിക്കേണ്ട കാര്യം ഉണ്ടാ ചേട്ടാ? ഒരു തന്തയല്ലേ, നമ്മളെ സ്വന്തമല്ലേ, ഇന്ന് ചോദിക്കാൻ വന്നപ്പോൾ ചാടി കടിക്കാൻ നിൽക്കുന്നു. ഇങ്ങനെയാണോ നീ സ്നേഹിക്കുന്നത് എന്നെ? ഞാൻ ഇപ്പൊ എന്തിനാ തെറ്റാണ് ചെയ്തത്? എന്തിനു കിടക്കുന്നത്? എനിക്കിരുന്നൂടെ? ഇങ്ങനെയാണ്. പിന്നെ ഇനി എങ്ങനെ വേണം? ഒന്നും വേണ്ടടേ. അണ്ണാ ഒന്നും വേണ്ട. ഓ എന്നെ എന്താടാ അണ്ണാ ഈ ഇരിക്കുന്ന ആരാണ്? എന്റെ ആരാ? നിന്റെ അച്ഛൻ ഇത് ചോദിക്കാനാണ് എന്നെ വിളിച്ചത്. നിങ്ങൾ ഇങ്ങനെ വന്നാണ് ഞാൻ ചോദിക്കട്ടെ. ഞാൻ ഇത്തിരി കാര്യമായിട്ടൊന്നും ചോദിക്കാം. ഇങ്ങനെ എന്റെ ചുമ്മാ വഴക്കുണ്ടാക്കാൻ നിൽക്കുന്നു. ഞാൻ എന്റെ മാനമായിട്ട് എനിക്ക് ശരീരവേദന ആയതുകൊണ്ട് ഞാൻ കിടന്നു. രാത്രി മൊത്തം കൂർക്കം വലിച്ച് കിടന്നുറങ്ങി ബാക്കിയുള്ളവർ ഉറക്കാൻ സമ്മതിക്കാൻ കിടന്നുറങ്ങാൻ ആൾക്ക് ഇപ്പൊ എന്തിനു ചെയ്യണം? നിനക്കെന്ത് മാമ കിടന്ന് ഉറങ്ങിക്കോട്ട്. മനുഷ്യനായിരുന്ന കൂർക്കം വലിക്കൂലേ? ഇവന്റെ ആകാശത്തിൽ നിന്ന് പൊട്ടി വീഴുന്നതാ. ഇവ എന്റെ മോൻ തന്നെ. ഇപ്പൊ പ്രശ്നം എന്താണ്? മോനാണെന്ന് പറഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ വന്ന് അന്വേഷിച്ചത്. എന്തിനു കിടക്കണെന്ന് അന്വേഷിച്ചത്. രണ്ടും എപ്പോഴും കിടക്കണെന്ത്, നടക്കണെന്തിന്, ഇരിക്കണെന്തിന്? ഇതാണ് മോൻ എന്റെ അടുത്ത് ചോദിക്കണത്. മാമ അവൻ ചുമ്മാ ചോദിക്കണേ. മാമ അതിൽ പിടിച്ച് നിൽക്കാതെ. നിനക്കും വേറെ പണിയൊന്നുമില്ല രാമ. അങ്കിളെ, അപ്പൂന് വയ്യാത്തോണ്ട് ഞാനാണ് കിടക്കാൻ പറഞ്ഞത്. കൈയും കാലൊക്കെ നല്ല വേദന. എന്തിനാണ് വേദന എന്ന് അറിയണമല്ലോ. അന്ന് പറഞ്ഞ് നീ പിടിച്ച് ഓടിക്കാതെ. ഓടിച്ചില്ല, പതുക്കെ തന്നെ നോക്കാം. അവിടെ അങ്ങനെ ആക്കാൻ നല്ല സുഖമുണ്ട്. ഇത് തന്നെ ഇത്രേ ഉള്ളൂ. അത് കൊള്ളാം, അത് കൊള്ളാം. അങ്ങനെ പറ്റേത് ചെയ്യേ. അതിലെ ചെയ്തോണ്ടിരിക്കണത് കൊള്ളാം, അത് കൊള്ളാം. രണ്ട് വിരലിനില്ല, പിടിച്ചൊക്കെ ഒളിഞ്ഞ് 25 പോകും. കണ്ട കണ്ട വേണമെങ്കിൽ പിടിച്ച കുടിക്ക്. തിരിക്കൊന്നുമില്ല, ഞാൻ പിടിച്ചു നോക്കിയത്. കളിക്കല്ലേ, സ്നേഹമൊക്കെ കയ്യിൽ കൂടെ ഒന്ന് കാണിച്ചു. ചുമ്മാ ഇരിക്കണം, ചുമ്മാ ഇരിക്കണം. ചുമ്മാ രണ്ടും അഭിനയങ്ങളാണ്. കൊള്ളാം, കൊള്ളാം, നല്ല സുഖമുണ്ട്. നീ ഇവിടെ ഇരുന്ന് തടവാൻ. നിങ്ങൾ തടവ്, നമ്മൾ ഇരുന്ന് തടവട്ടെ. നിനക്ക് ഞാൻ ഒന്നും തടവുന്നില്ല, മതി, ഇത്ര മതി. ചുമ്മാ ഇരുന്നല്ലേ പറഞ്ഞു. ഇത്തിരി നേരം ചുമ്മാ ഇരുന്ന ചുമ്മാ ഇരുന്നാണ് നിങ്ങളെ കുഴപ്പം. നിങ്ങളൊരു കാര്യം ചെയ്യും, ചിലങ്കാട്ടി ഡാൻസ് കളി. ഇവിടെ ചിലങ്കെട്ടി ഡാൻസ് ഇവിടെ ബാക്കി. അങ്ങനെ ഇവിടെ സംസ്കാര താണ്ഡവാടും. നീ ചുമ്മാ ഇല്ലാത്ത ഐഡിയ ഒന്നും പറഞ്ഞു കൊടുക്കാതെ. സംസ്കാരം ഉള്ളവർക്കാണ് അതൊക്കെ പറ്റണത്. ഒറ്റ നാളിൽ എന്റെ മാടിയിരുന്ന് പൂറി നാട്ടിച്ച ചെറുക്കനാണ് ഈ വൃത്തിയായിട്ട ഡയലോഗിൽ അടിക്കുന്നത്. ചലങ്കേറ്റ് ഡാൻസ് കളിക്കാൻ ഇവന്റെ തീട്ടവും മൂത്രവും കോരിയത് കയ്യും കണക്കുമില്ല. ഒന്ന് ആരും നോക്കണ രവി. അണ്ണാ കണ്ട, ഇപ്പൊ നിങ്ങൾ മുമ്പ് വെച്ച് പറഞ്ഞു ഇതേപോലെ ഏതെങ്കിലും നാലും കൂടി കവലെ പോയാൽ ഇങ്ങനെ ഇതായി പറയും. എല്ലാ അച്ഛനും അമ്മമാരും ഒക്കെ ചെയ്യണേ തന്നെ. ഇവൻ ചുമ്മാ ആവശ്യമില്ലാതെ എന്റെ അടുത്ത് ചൊറിയാൻ വരണത്തിനാണ്. എന്റെ മാനമായിട്ട് ഞാൻ ഇവിടെ കിടന്നാണ്. അവൻ മോളിക്കാര് പോയവനല്ലേ. അവൻ ഇറങ്ങി വന്നിട്ട് എന്തിനു കിടക്കുന്നു, എടിച്ചൂടെ ഇങ്ങനെയൊക്കെ ചോദിച്ച ഒരു വൃത്തികെട്ട പരിപാടിന്റെ ഇടയ്ക്ക് തന്ത വായിച്ചാൽ അങ്ങേര് കടന്നോണ്ട് പോട്ടെ എന്നല്ലേ വിചാരിച്ചോണ്ട് പോട്ടെന്ന്. ഇവിടെ കിടന്നോണ്ട് പോട്ടെന്ന്. അതെ അച്ഛാ, വാ നമുക്ക് പുറത്തു പോവാം. ഇവരെ അവര് വഴക്കുണ്ടാകട്ടെ. വാ മാവൻ കിടന്ന് ഉറങ്ങട്ടെ. നീ വിട്. അവൻ എന്തെങ്കിലും പറഞ്ഞ മാമ അതിലേക്ക് വിളിച്ച് പിടിക്കാം. മാമ നീ പോടെ. നിങ്ങൾ പോയി വാ മക്കളെ. ഇവിടെ ഇരി പറയട്ടെ. അച്ഛൻ ഒരു കാര്യം പറയട്ടെ. അച്ഛനാണെങ്കിൽ ഒട്ടും അവിടെ പിടിക്കല്ലേ. അവിടെ വേദനയുണ്ട്. എല്ലായിടവും വേദന തന്നെ. അച്ഛനാണ്
വളരെ ഫ്രണ്ട്സ് ആയിട്ടാണ് പോകുന്നത്. നല്ല സ്നേഹമാണ് രണ്ടുപേർക്കും പരസ്പരം ഉള്ളത്. ഉള്ളിലുള്ള സ്നേഹമൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ അവർ കാണിക്കുന്നത്. എന്നാലും 24 മണിക്കൂറും തമ്മിൽ തല്ലിക്കൊണ്ടല്ലേ നടക്കുന്നത്. സ്നേഹിക്കുന്നെന്ന് ഞാൻ കാണുന്നില്ല. ഇല്ല മോളെ, അവർ ഭയങ്കര രസമാണ്. പണ്ട് മുതൽ പോലെ മുഖം വെച്ചോണ്ട് പറഞ്ഞു. എന്ത് പറ്റി? ഞാനാ അണ്ണാ അച്ഛനെ ഒന്ന് ആശുപത്രി കൊണ്ടുപോകുന്ന വിചാരിക്കുന്നു. അപ്പൂനെന്ത്? അല്ലെ ഈ ജോയിന്റ് പെയിൻസ് വയറൊക്കെ ഒരുമാതിരിക്കണ്, കൈവേദന എന്നൊക്കെ പറയുന്നു. ഓ, കൈവേദനയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് കൈക്ക് ഇപ്പൊ ഭയങ്കര വിറയല് അപ്പൂന്. അത് തന്നെ അടിയുടെ കാരണമാണ്. അത് 2-3 ദിവസമായിട്ട് അടിക്കുന്നില്ലല്ലോ. അതാണ് കഴിക്കലല്ലേ, നിർത്തിയില്ലേ? പിന്നെന്ത്? അങ്ങനെ മോളെ, ഈ പെട്ടെന്ന് വെള്ളോടി നിർത്തിയാലും ഇങ്ങനെ ബുദ്ധിമുട്ടുകളുണ്ടാവും. പെട്രോൾ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പെട്ടെന്ന് നടത്തിയാൽ ഇത്രയും കുടിച്ചോണ്ടിരുന്ന ആൾ നിർത്തുമ്പോൾ കൈവറയിലൊക്കെ ഉണ്ടാവും. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇതിന് മെഡിസിൻ ഒന്നും ഇല്ലേ? യോഗ അങ്ങനത്തെ കുറെ സംഭവങ്ങൾ മെഡിസിനൊക്കെ എന്തോ ഉണ്ട്, നമുക്ക് അതിനെ കുറിച്ച് അറിഞ്ഞുണ്ടല്ലോ. ഈ റീഹാബിലിറ്റേഷൻ സെന്ററിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഇതിൽ നിന്ന് വലിയ അവസ്ഥയിലാണ് ഓരോരുത്തർ നിൽക്കുന്നത്. പക്ഷെ ഞാൻ ഒരു മൂവിയിൽ കണ്ടിട്ടുണ്ടേ, ഈ ഡി അഡിക്ഷൻ സെന്ററിൽ പോകുമ്പോ അവർ ഈ ആൽക്കഹോളിക്ക് കൊടുത്താണ് മാറ്റുന്നതെന്നാണ് അവർ പറയുന്നത്. ടെക്നിക്കുകളുണ്ട്. കൊടുത്താ അപ്പോഴേ വീണ്ടും ചീത്തോളയും തുടങ്ങി വീണ്ടും കഴിച്ചു പോകില്ലേ? കുറച്ച് കൊടുക്കാൻ പറ്റുമോ? ശരിയാണ്. എന്തായാലും വയ്യാന്ന് പറയല്ലേ, കൊണ്ടുപോയി കാണിക്കാന്ന് വിചാരിച്ചു. എനിക്ക് തോന്നുന്നതേ ഈ വെള്ളമൊടിച്ച് ചേർന്നപ്പോ എവിടെയെങ്കിലും ഒക്കെ വീണിട്ടുണ്ടാവും. അപ്പോഴറിയത്തില്ല അതിന്റെയൊക്കെ വേദനകൾ കൊണ്ട്. അതൊക്കെ ഉണ്ട്, കയ്യും കാലൊക്കെ മൊത്തം മുറിവാണ്. കഴിഞ്ഞ 3 ദിവസത്തിന് മുന്നേ വീണിട്ട് കാലൊക്കെ മുറിച്ചു വെച്ചോണ്ട് അതല്ലേ. ഇപ്പൊ എന്തായാലും കുടിയൊന്നുമില്ല, അതുകൊണ്ട് ഒരു സന്തോഷം. ഇപ്പൊ എവിടെ കാണിക്കാന്ന് ഉദ്ദേശിക്കുന്നത്? നമ്മളെ ഡോക്ടറിനെ തന്നെ വിളിച്ചു ചോദിക്കാം. ഭയങ്കര ഏതെങ്കിലും ഒരു സ്ഥലം പറഞ്ഞു തരുമല്ലോ. അതുപോലെ കാശില്ല വേണ്ട. അതെ, വേറൊരു കാര്യം ശ്രദ്ധിക്കുന്നത്, ഇത്ര നാൾ കുടിച്ചോണ്ടിരുന്ന ആളാണ്. ഇനിയിപ്പോ പുറത്ത് വിട്ടുകളായിരുന്നു. അതാണ് ഈ കുടിക്കണമെന്നുള്ള ടെൻഡൻസി എപ്പോഴും കാണും. അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കണം. പുറത്ത് വിടാതെ നമുക്ക് നോക്കണം. അങ്ങനെ പുറത്ത് പോവില്ല, ഞാൻ പോയി നോക്കിട്ട് വരാം. എന്തായാലും അങ്ങനെ നമ്മളെ വിട്ടിച്ചൊന്നും പുറത്ത് പോകാൻ പറ്റൂല. ശരി, ഞാൻ എന്തായാലും ഒന്ന് പോയി നോക്കിട്ട് വരാം. കഷ്ടം. അപ്പൊ എന്ത് വിഷമിക്കുന്നുണ്ടെന്ന് അറിയാമോ? അച്ഛാ, അച്ചോ, ഉണ്ണിക്കുട്ടോ കാണാനില്ലല്ലോ, എവിടെ പോയി? അച്ഛാ, ഇവിടെ ഇല്ലേ? അച്ഛാ, ഇത് എവിടെ പോയി? ഇങ്ങനെ മുങ്ങിയ അച്ചോ, ഈ കളവ ഇത് എന്ത്? നീ ഇവിടെ പോയാ എന്തോ ഇങ്ങനെ ഒളിച്ചു കളിക്കണം അവിടെ രാവിലെ? അച്ഛാ, അച്ഛാ, അച്ചോ, മോൾ ഇരിക്കണം.
ഇവിടെ ഇല്ല. അച്ഛോ അച്ഛാ അച്ഛാ അണ്ണാ ദിവ്യണ്ണാ അണ്ണാ അണ്ണാ ഏ? ഞാൻ എന്തോന്ന് പറഞ്ഞത്? എന്തോന്നടാ അച്ഛൻ മുങ്ങി, ഇവിടെ ഇല്ല. മുങ്ങിയ ഓ എവിടെ പോയ? എവിടെ പോവാനെന്നാ? നീ മേളിലൊക്കെ നോക്കിയ? എല്ലാ ഇടവും നോക്കി, അവിടെ ഒന്നും ഇല്ല. ബാത്റൂമിൽ വല്ലതും പോയി? ഒരു റൂമില്. എടാ ഞങ്ങൾ ഇത്ര നേരം ഇവിടെ നിൽക്കല്ലേ, ഇങ്ങോട്ട് എവിടെ പോയി? ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയി ഇതേ ഉള്ള വഴി, പുറകെ വഴി കൂടെ പോയി കാണും. ഞാൻ എന്തൊക്കെ പ്ലാൻ ചെയ്തെന്നറിയോ? അപ്പോൾ എന്തെങ്കിലും കാര്യത്തിൽ എൻഗേജ്ഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മദ്യപാനം ഒന്ന് നിൽക്കുമല്ലോ എന്ന് വിചാരിച്ചു. ഇത് ഷാപ്പിൽ പോയ ഇത് എനിക്കറിയാം. ഞാൻ പോയിട്ട് പോയി നോക്കാം, അല്ലേ ഇപ്പൊ എന്ത് ചെയ്യാം? ഞാൻ പറഞ്ഞ ഞാൻ എന്തൊക്കെ പ്ലാൻ ചെയ്തോണ്ട് ഞാൻ ആശുപത്രി ഇങ്ങനെയാണ് ഞാൻ ആശുപത്രി കൊണ്ടുവന്നത്. ഞാൻ പോയിട്ട് എടാ നില്ല്, ഇത് പിടി ഞാനും വരാം. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ഫോണൊക്കെ അവിടെ ഇട്ടിട്ടില്ല, എങ്ങനെ പോയത്? ഇനി എവിടെ വിളിച്ചു നോക്കേ? ഫോൺ കൊണ്ടുപോയില്ലേ? അങ്ങനെ ബുദ്ധി നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങൾ ഇതാ പറഞ്ഞു. പോയി നോക്കിട്ട് വാ. ഒരു കഷ്ടമാണ് ഈ മാമന്റെ കാര്യം. മാമ എന്തോന്ന് വേല കാണിക്കും, എവിടെ പോയി കിടക്കുന്നു മനുഷ്യനെ വിഷമിപ്പിക്കാനായിട്ട്. അച്ഛാ കണ്ടാ അപ്പൂനെ? എന്റെ പൊന്നു മോളെ, ഈ പരിസരത്ത് എങ്ങും ഇല്ല, എല്ലായിടത്തും നോക്കി. ആ ജംഗ്ഷനിലൊക്കെ നോക്കിയോ? എല്ലായിടത്തും നോക്കി. ഞാൻ പറഞ്ഞില്ല 5 മിനിറ്റ് കിട്ടിയപ്പോ അങ്ങനെ നാട് വിട്ടു. ഓ വീട്ടിൽ പോണം, പറഞ്ഞിട്ട് വെക്കൂടെ? ഇല്ല, അങ്ങനെയാണെങ്കിൽ എന്റെ അടുത്ത് പറയും. എനിക്ക് അറിഞ്ഞുകൂടാ കൂടാ. അപ്പു ആടിയാണ് പറഞ്ഞു, 4 കാലില് പറഞ്ഞു. കൊള്ളാം, സൂപ്പർ. ഞാൻ നിനത് പറഞ്ഞ മക്കളെ, നീ സത്യം ഇടാക്കൊക്കെ ഇങ്ങനെ ഇപ്പൊ സത്യം ഇങ്ങനെ കാണിക്കും ഞാൻ വിചാരിച്ചില്ല. നിങ്ങൾ എവിടെ പോയിരുന്നു? ആരോട് ചോദിച്ചിട്ട് പോയെന്നാണ് ഞാൻ ഈ ചോദിക്കണത്. എനിക്ക് വെളിയിൽ പോണെങ്കിൽ നിന്റെ അനുവാദം വേണോടാ. കണ്ടാ ഇപ്പൊ എന്തിനു പറയണ? അനുവാദം വേണം. ആർത്തി വെച്ചിട്ട് പോയത് ഇപ്പം? ഞാൻ വില്ലേജ് ഓഫീസറിൽ നിന്ന് പോക്കുവരവ് മാറ്റോണ്ടിരാം, എങ്കിലേ അതേ നടക്കുള്ളൂ. എനിക്ക് ഒരുത്തന്റെ അനുവാദം വേണ്ട, എനിക്ക് പോവാൻ അറിയാത്തപോലെ ഞാൻ വരികയും ചെയ്യും. മാമൻ കുടിച്ചല്ലേ? കുടിച്ചാ എന്തോന്ന് മാമ ഇത് വിഷമിച്ചിരിക്കണ? ഞങ്ങൾക്ക് വാക്ക് തന്നിട്ട് അപ്പു അത് തെറ്റിച്ചല്ലേ? ഇത് ഒരുമാതിരി ഞാൻ ഈ പറഞ്ഞതാണെങ്കിൽ കേൾക്കണം. മോശമായി പോയപ്പോ അണ്ണാ ഞാൻ എന്തിനാണ് ഇതൊക്കെ പറയണത്? എന്റെ ഉള്ളിൽ സ്നേഹമുള്ളതുകൊണ്ടാണ് പറഞ്ഞത്. അതിങ്ങനെ മനസ്സിലാവണമെങ്കിൽ ഉണ്ടല്ലോ, ഞാൻ എപ്പോഴും കുടിക്കാതിരിക്കണം, എന്നാലും ഞാൻ പറഞ്ഞ പോലെ അങ്ങനെ കേൾക്കുള്ളൂ. എന്തോന്ന് മാമ ഇതൊക്കെ? എനിക്ക് പുറത്തു പോയി ഒരു ചായ കുടിക്കാൻ എനിക്ക് പറ്റൂലേ? ചായ വേറെ കള്ളമാണ്. ഇനി അടുത്ത നിർത്ത്. എടാ, എനിക്ക് വെളിയിൽ പോയി ഒരു കട്ടൻ ചായ കുടിക്കാൻ പറ്റൂലേ? മണമൊന്നുമില്ലല്ലോ. ശരിയാണ്, വെള്ളം അടിച്ചിട്ട് മണം അടിക്കൂലേ? വെറുതെ തെറ്റിദ്ധരിച്ചു. അല്ല എന്താണ് മാമ ഇരി. തേങ്ങാ പറ്റണോ അത്? പോയിട്ട് വരുമ്പോ വെള്ളം എടുത്തോണ്ട് വരണം. മാമ അത് മാമനെ കാണാതെ വന്നപ്പോ ഞങ്ങൾ വിചാരിച്ചു, തെറ്റിദ്ധരിച്ചു. പിന്നെ അവനാണെങ്കിൽ ഭയങ്കര വിഷമം. മാമന്റെ എവിടെയെങ്കിലും വീട് കിടന്നാ അറിയൂ, പറഞ്ഞിട്ടാണ് പോയത് മാമൻ. മാമ അവിടെ ഇരി. രാമ ഇരി, നീ ഒന്നുമില്ലല്ലോ, പോട്ട്. എനിക്ക് റോഡ് ഇറങ്ങി പോയിക്കൂടാ, എല്ലാം നിങ്ങളടുത്തേക്ക് ബോധ്യപ്പെടുത്തിട്ടേ പോവൂ. എന്തിനു നായോടെ? ഞാൻ ഒരു കൊച്ചു കുട്ടിയാ. മാമ ഒന്ന് പറഞ്ഞിട്ട് പോയിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. മാമൻ വയ്യാത്ത ആളല്ലേ, അതുകൊണ്ടല്ലേ ഇങ്ങനെ. അപ്പൊ ലേറ്റ് ആയപ്പോ ഞങ്ങളൊക്കെ വിചാരിച്ച അപ്പു കഴിച്ചിട്ടാണ് വന്നത്. ഓ അപ്പൊ താമസിച്ച് വന്നാ കഴിച്ചോണ്ടു. അതല്ല, പിള്ളേരെ തലത്തോട്ട് സത്യം ചെയ്തല്ലേ? ഞാൻ നിന്റെ തലയടിച്ച് സത്യം ചെയ്ത എന്തെങ്കിലും ഫംഗ്ഷനോ വല്ലതും ഉണ്ടെങ്കിൽ മാത്രമേ അപ്പൊ ചകലം കഴിക്കുള്ളൂ. ഇന്നവിടെ എന്തൊരു ഫംഗ്ഷൻ കഴിപ്പായി. മാസത്തിൽ 30 ദിവസം ഫംഗ്ഷനാണ്.
നീ പോ. സംസാരിക്കണ്ട. ഉണ്ടാ പോയിട്ട് ഒരു കട്ടൻ ചായയും കുടിച്ചോണ്ട് വന്നപ്പം വെള്ളം അടിച്ചോണ്ട് വന്നായിരുന്നു. ഞാൻ മനഃപൂർവ്വം ആടി വന്നത് തന്നെ നിന്നെയൊക്കെ പറ്റിക്കാണ്. കണ്ട നിങ്ങൾ ഇവിടെ ഇരുന്ന് പറഞ്ഞ അവിടെ നിന്ന് അങ്ങ് നോക്കുന്നതും സംസാരിക്കും നിന്റെ ശബ്ദം അങ്ങ് കേൾക്കാം. ഞാൻ വിചാരിച്ചു ഓഹോ എന്നെ പറ്റിയാണല്ലേ. മനഃപൂർവ്വം ആടി വന്നത് തന്നെ. നീയൊക്കെ എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞത് എനിക്ക് കാണണം. അപ്പൊ അഭിനയിച്ചായിരുന്നാ? പിന്നല്ലാതെ സത്യത്തിൽ ഒരു സൂപ്പർ നടൻ തന്നെ. അവനെ നടനാ നടിയാ. സംഭവം പറഞ്ഞത് ഉള്ളതല്ലേ, എന്നെ പറ്റിയല്ലേ ഇവിടെ പറഞ്ഞോണ്ട്. പിന്നെ മാമൻ പണിയാരെ പോയിട്ട് ഇപ്പൊ പറഞ്ഞു അതല്ലേ പറഞ്ഞോണ്ടിരുന്നേ. അങ്ങ് കേക്കാം ഇവന്റെ തൊണ്ട അങ്ങ് കേക്കാം. രവി ഇവർക്ക് ഉണ്ടാതിരിക്കുന്നത് ഇവന്റെ നാക്ക് താങ്ങോയാ ഇവൊന്നും ഉണ്ടാത്തത്. മാമ അതെ മാമൻ കള്ളു കുടിച്ചില്ലല്ലോ, അപ്പൊ അതിന് സന്തോഷം കൊണ്ടാവും ഉണ്ടാതിരിക്കുന്നത്. അതുകൊണ്ടൊന്നല്ല, ഇവൻ എന്നെ സമൂഹത്തിൽ ചവിട്ടിത്താക്കാൻ പറ്റാത്തൊരു വിഷമത്തിന്റെ പുറത്ത് നിൽക്കുകയാണ്. നോക്ക് ഇയാൾക്ക് ഇനി ഇയാള് പറ്റിയില്ലല്ലോ എന്നുള്ള പ്രയാസത്തിൽ നിൽക്കണം ഇപ്പാണ്. കണ്ട അങ്ങനെയൊന്നും അല്ലെന്ന്. അണ്ണന് കാര്യം മനസ്സിലായ എന്നെ ചമ്മിപ്പിക്കണം, അതിനാണ് ഇത്ര നാടകം ഇവിടെ കളിച്ചത്. ഓഹോ അപ്പൊ അങ്ങനെ ആയാ. ഞാൻ എന്റെ ഭാര്യയെ കളഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന് നിൽക്കുകയാണ് ഈ കളിയെ കാണാനായിട്ട്. അവൻ വിഷമല്ലേ മാമ ഇങ്ങനെ ഞാൻ ഇപ്പൊ കുടിച്ചില്ല ശരി, അവന്റെ ഉള്ളിൽ സ്നേഹമാണ് മാമനോടുള്ളത്. അത് മാമൻ മനസ്സിലാക്ക്. സ്നേഹം തന്നെ ഇല്ലെന്ന് പറയുന്നില്ല. നോക്ക് എന്നെ ചൊറിഞ്ഞോണ്ടിരിക്കണം. കണ്ട നിമിണ്ടായി എടാ ഇവൻ ചൊറിഞ്ഞ ഞാൻ വന്നപ്പോൾ നിങ്ങൾ എന്തെല്ലാം ഇവിടെ പ്ലാനുകൾ ഇട്ട് എന്നെ വെളി വിടാതിരിക്കാൻ, എനിക്ക് കുടിച്ചു കഴിഞ്ഞുള്ള ഭൗഷത്വങ്ങളൊക്കെ ഇതൊക്കെ സംഭവിക്കും. അതുകൊണ്ട് നോക്കൊരു കാര്യം ചെയ്യാം, ഇങ്ങനെ വെളി പോവല്ലേ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ മൂന്നെണ്ണം കൂടെ പ്ലാൻ ചെയ്ത് വെളി നിന്നില്ല. എന്റെ കള്ളത്തനം പറയുന്നത് നിന്നില്ലേ? മാമ കേട്ടോ ഞാൻ നീ എന്നെ അതാണ് അണ്ണൻ എന്ത് വിചാരിച്ചത്? എന്തൊരു വിചാരിച്ചത്? നിങ്ങൾ പറഞ്ഞ ഐഡിയ ഒക്കെ ഞാൻ കേട്ട്, അതുകൊണ്ട് മനഃപൂർവ്വം നിങ്ങളെ വേല വെച്ചാണ് ഞാൻ പുറത്തു പോയത്. തലകേറ്റ് ചെവിയുള്ള മനുഷ്യനാണ്. എന്താ തലക്കട തന്നെടാ, എനിക്ക് തലക്കും ചെവി ഉണ്ട്, കാലിലും ചെവിയുണ്ട്. നിനക്ക് എവിടെയൊക്കെ ചെവിയാണ്? അഭിനയായിരുന്നു അഭിനയം. പിന്നെ പിന്നെ എന്റെ അടുത്ത് നടക്കൂല. അതെ അപ്പു ഇങ്ങനെ കാണിച്ചിട്ടേ രാമങ്കൾ നല്ല ടെൻഷൻ അനുഭവിച്ചു. ആണല്ലോ. അത് മാത്രോ ഞാനും. എടി നിങ്ങൾ ടെൻഷൻ അടിക്കണം, നിങ്ങൾ മൂന്നും കൂടെ അല്ലേ പ്ലാൻ ഇട്ടത്. മാമ അത് മാമൻ വെള്ളം അടിക്കാതിരിക്കാൻ വേണ്ടിയില്ലേ ഞങ്ങൾ പ്ലാൻ ചെയ്തത്. തന്നെ എന്നെ കൊണ്ടുപോയി ഭൗത്വത്വമൊക്കെ ഉണ്ടാവും എന്നൊക്കെ അറിയാല്ലേ. പിന്നെ എന്നെ പുറത്ത് പോവല്ലെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ മൂന്നെണ്ണം കൂടെ അവിടെ കാവലിരുന്ന നിങ്ങളെ വെട്ടിച്ച് ഞാൻ പോയി. അതാണ് മനസ്സിലായ അപ്പു അപ്പുന്റെ അഭിനയം കലക്കി. അത് ചെയ്യും, അമ്മച്ചല്ലേ പറ്റൂ. ഞാൻ ഉള്ള കാര്യം ഇതിനകത്ത് പറഞ്ഞല്ലേ മക്കളെ. പഞ്ചായത്ത് സമയത്താണ് നിന്നെ അടിച്ചിന്റെ കയ്യിൽ കഴിഞ്ഞ പോട്ട് മാമ കുടിക്കല്ലേ ഇനി. ഞാൻ കുടിക്കുന്നില്ലടേ, ഞാൻ ഈ പിള്ളേരെ തലയടിച്ചല്ലേ സത്യം ചെയ്തത്. മക്കളെ തന്നെ വീണ്ടും എന്നെ ഒരു കുടികാരനാക്കി മാറ്റണം. മോളെ നല്ലൊരു ചായ ഇട്ടോട്. അങ്ങനെ നീ ചുമ്മാ ഇടേ. എന്താടേ ഒരു ചായയും കൂടെ കുടിച്ചാ പോകണ്ടേ? എന്റെ ചായയും കൂടെ അച്ഛന് കൊടു. അത് കണ്ട എന്റെ ചായ കൂടെ നീ എത്ര ആയിരുന്നാലും ഞാൻ കുടിക്കടാ. ഒരു നന്ദി വേണോടാ ചെറുക്ക. കൊച്ചുകാലിലെ എടുത്തുകൊണ്ട് നടന്ന് ഈ ചെറുക്കന് താരാട്ടും പറയാനാണ്. ഇപ്പം അവന് എന്നെ കണ്ണുനീരില്ല കണ്ടുകൂടാ. കണ്ണുനീര് കണ്ടാ കണ്ടു. ആ എടുത്ത നന്ദിയെങ്കിലും വേണോടാ. നിന്നെ കുച്ചിലെടുത്തോണ്ട് കിടന്ന നന്ദിയെങ്കിലും എന്തിനു പറഞ്ഞാലും എടുത്തോണ്ടോ തന്നെ. എങ്ങനെയാ നന്ദി? എനിക്ക് നന്ദിയില്ല. നിനക്ക് നന്ദി ഇല്ലേ? മാമ ഞാൻ എടുത്തോണ്ട് നടന്ന് അതിന്റെ നന്ദി ഞാൻ കാണിച്ചില്ല. നന്ദി കാണിക്കണം, അത്രയല്ലേ ഉള്ളൂ. എണീറ്റാണ് ഞാൻ എടുത്തോണ്ട് നടന്നല്ലേ നന്ദിയില്ലെന്ന് പറഞ്ഞില്ല.